أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ച് 8ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. പരിശുദ്ധമായ റമദാനു ഷരീഫ്, വിശുദ്ധ ഖുർആനിൻ്റെ ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന വളരെ മഹത്വമേറിയ ഒരു മജ്ലിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഇതിൽ സംബന്ധിക്കുന്ന ആളുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും റാഹത്തും സന്തോഷവും സമാധാനവും നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന റമദാനു ഷരീഫിൽ നമ്മളെല്ലാ ദിവസവും അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ അശ്ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുവേ, പരിശുദ്ധമായ മുബാറക്കായ ഈ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാക്കണേ പടച്ചവനെ, ഞങ്ങൾക്കെതിരായി സാക്ഷിയാക്കല്ലേ അല്ലാഹ് എന്ന് നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അനുകൂലമായി റമദാൻ സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനു ഷരീഫിൻ്റെ 1ാമത്തെ 10 നമ്മളോട് വിട പറയാനിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ വരാനിരിക്കുന്ന ദിവസങ്ങളൊക്കെ ഒന്നിനൊന്ന് ഫളും മഹത്വവും ഏറിയതാണ്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന പ്രാർത്ഥന ധാരാളം നിർവഹിക്കേണ്ട സമയമാണിപ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ കാരുണ്യം, അല്ലാഹുവിൻ്റെ റഹ്മത്ത് നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു തന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമുക്ക് സൂറത്തുൽ ബഖറയുടെ 72ാമത്തെ ആയത്ത് മുതലാണ് ഇനി ഓതാനുള്ളത്. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പദങ്ങൾ, ഇതെല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടാണ് ക്ലാസ് പോകുന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം ആവശ്യമായ ഭാഗങ്ങളൊക്കെ തെറ്റുവരാൻ സാധ്യതയുള്ള, ശ്രദ്ധിക്കണേ, തെറ്റുവരാൻ സാധ്യതയുള്ള പദങ്ങൾ നമ്മൾ കണ്ടാൽ അത് ഒരു ഡയറിയിൽ ആ സൂറത്തിൻ്റെ പേരും ആയത്ത് നമ്പറും വേണമെങ്കിൽ മുസ്ഹഫിൻ്റെ പേജ് നമ്പർ കൂടെ എഴുതി വെച്ച് അതവിടെ എഴുതി വെച്ചാൽ അതവിടെ എന്നെന്നും ഉണ്ടാവും. എപ്പോഴും നമുക്ക് എടുത്തു നോക്കാം. ഒരാളെ ഖുർആനുമായി താല്പര്യമുള്ള ഒരാളെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. എത്രയാണ് നമ്മൾ ഹിഫ്ളാക്കുക, അപ്പോൾ അത് പിന്നെ എഴുതാം.
അത് പിന്നെ അത് മനസ്സിലുണ്ടാവും എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ എല്ലാം ചിലപ്പോൾ മറന്നുപോകും. അതുകൊണ്ടാണ് ഇടയിലൊന്ന് ഓർമ്മപ്പെടുത്തിയത്. ആവശ്യമായ ഭാഗങ്ങളൊക്കെ എഴുതി വെക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. 72-ാമത്തെ ആയത്ത് തുടങ്ങല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون أولا يعلمون أن الله يعلم ما يسرون وما يعلنون. ഇപ്പം നമ്മൾ 72-ാമത്തെ ആയത്ത് മുതൽ നോക്കിയേ. وإذ قتلتم نفسا فادارأتم فيها. അവിടെ وإذ قتلتم نفسا അതൊക്കെ. ഫദ്ദാറഅ്തും അത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഓതുമ്പോൾ തെറ്റുവരാൻ നല്ല സാധ്യതയുള്ളൊരു ഒരു ഫദ്ദാറഅ്തും അത് മാത്രം നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. എങ്ങനെ? ഫദ്ദാറഅ്തും. ഒപ്പം പറഞ്ഞു നോക്കി. ഫദ്ദാറഅ്തും. ഓക്കെ. വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. പിന്നെ നോക്കി ബാക്കിയുള്ളതേ നിങ്ങളൊന്ന് നോക്കിയേ. ഫഖുൽന ഒന്ന് നോക്കിയേ, കുറച്ച് മാത്രം. എങ്ങനെ? ആരോ ഫഖുൽന എന്ന് കുറച്ച് നീട്ടിയോ? നീട്ടാൻ പറ്റില്ല. നോക്കിയേ, നീട്ടാതിരിക്കാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാം പറയും. ഫഖുൽന ളറിബൂഹു ബിബഅദിഹാ. എങ്ങനെ? ഒരുമിച്ച്. ഫഖുൽന ളറിബൂഹു ബിബഅദിഹാ كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. അടുത്ത ആയത്ത് നോക്കിയേ. ثم قست ആരോ
സുമ്മ എന്നതിനടുത്ത് സുമ്മയായോ? അല്ലട്ടോ. ഓക്കെ, സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നർത്ഥമുണ്ട്. സുമ്മ എന്ന് പറഞ്ഞാൽ വിഷം എന്നാണ് അർത്ഥം. സുമ്മ എന്ന് പറഞ്ഞാലോ ചെവി കേൾക്കാത്ത അവസ്ഥ എന്നാണ് അർത്ഥം. ഒരക്ഷരം മാറിയപ്പോഴേക്കേ അല്ലേ? അതെ. അതുകൊണ്ട് സുമ്മ ആവാൻ പാടില്ല. സുമ്മ ഇനുമേലൊരു പുള്ളി വരുമ്പോൾ ഉള്ളത് സ എന്നറിയണേ. കൗസറു പറയൂ കാറ്റ് വരുന്നൊരു സായാണേ. അല്ലേ? കാറ്റ് വരണം അസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ സുമ്മ ثم قست قلوبكم من بعد ذلك. okay, فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء. അവിടെ ലമ യശഖഖു ഷീനിനും ഖാഫിനും ശബ്ദമുണ്ട്, ശ്രദ്ധിക്കണം. യശഖഖു പോരാ, യശഖഖു അല്ല, യശഖഖു. وإن منها لما يهبط لما يهبط من خشية الله وما الله بغافل عما تعملون. അവിടെ വമല്ലാഹു ബിഗാഫിലിൻ അമ്മ എന്നുള്ളിടത്ത് ബിഗാഫിലിൻ അമ്മ നമ്മ വമല്ലാഹു ബിഗാഫിലിൻ അമ്മ പറ്റുകയില്ല. അയിന് പോകുന്നു, നൂൻ വരുന്നു, ബിഗാഫിലിൻ അമ്മ. അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ പറയാറുണ്ടോ ആളുകൾ എന്ന്. അത് നിങ്ങൾ കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് കേട്ടും പഠിച്ചും നോക്കിയേ. അങ്ങനെ മാത്രമല്ല, അതിലപ്പുറം പറയാറുണ്ട്. അതുകൊണ്ടല്ലേ ഇതൊരു സാധ്യതകൾ പറയല്ല, ഇത് കേട്ടും കണ്ടും അനുഭവിച്ചത് കൊണ്ട് അനുഭവം പറയണേ. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ ഉണ്ടോ? ഗാഫിലിൻ അമ്മ പറ്റില്ല. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ. അടുത്തത് നന്നായി ശ്രദ്ധിക്കണം. അഫതത്മഊന എങ്ങനെയാ? അഫതത്മഊന തതു തോത്തോ, രണ്ടും തോ അല്ല, രണ്ടും തായല്ല. അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ്. യസ്മഊന അവിടെയും ശ്രദ്ധിക്കണം. യസ്മഊന യാ അല്ലേ ഫസ്റ്റ് അക്ഷരം അല്ലേ? അവിടെ യസ്മഊന എന്ന് പറയും. എസ് അല്ലേ? എസ് ഉണ്ട്. യസ്മഊന കലാമല്ലാഹി യസ്മഊന എസ് നോ. പിന്നെയോ യാ യസ്മഊന കലാമല്ലാഹി സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض. അവിടെ وإذا خلا بعضهم إلى بعض മില എവിടെ? بعضهم إلى അല്ലേ? بعضهم إلى എങ്ങനെയാവുക? സ്ക്രീനിൽ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരക്ഷരം പോകുന്നതും വേറെ ഒരക്ഷരം വരുന്നതും ഹർക്കത്ത് നഷ്ടപ്പെടുന്നതും ശബ്ദ വരുന്നതും ഒക്കെ കാണിച്ചു തരാം. സ്ക്രീനിൽ കാണുന്ന നിങ്ങൾ ബഅ്ദുഹും ഇല എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്താണ്? ബഅ്ദുഹും ഇല അല്ലേ? ശ്രദ്ധ ഒന്നും മാറിയാൽ ബഅ്ദുഹും ഇല എന്നാകും. ബഅ്ദുഹും ഇല. ഹു കഴിഞ്ഞ് നേരെ ശബ്ദമുള്ളൊരു മീം, പിന്നെ ല. ബഅ്ദുഹും ഇല ഓതുന്നുണ്ട്. വഇദാ ഖലാ ബഅ്ദുഹും ഇല ബഅ്ദ് ഉണ്ടോ? ഇപ്പം എന്താ അവിടെ സംഭവിച്ചതൊന്നുമില്ല, കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു ഹംസ പോയി, ഇല എന്നതിലെ ഹംസ പോയി. പിന്നെയോ മീമിന് ശബ്ദമുള്ളത് കൊണ്ട് പുതിയൊരു മീമ് വന്നു. ബഅ്ദുഹും എന്ന മീമിന് സുക്കൂന് പോയിട്ട് ഗസ്റായി.
അത്ര സംഭവിച്ചിട്ടുള്ളൂ. അത് സംഭവമല്ലേ? അതുകൊണ്ട് ശരിക്ക് നോക്കിയേ, വകം അഹ്ലക്ന അവിടെ ഉണ്ടാവും അങ്ങനെ. വകം അഹ്ലക്ന, വകം അഹ്ലക്ന. ലഹും അന്ന, ലഹും അന്ന. കം ആതൈന, വകം ആതൈന, മാതൈന. മുൽക്ക് സൂറത്ത് ഓതുമ്പോഴേ നോക്കിയേ, മുൽക്ക് സൂറത്ത് ഓതുമ്പോഴേ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. ഓക്കെ, ലിയബലുവക്കും അയ്യുക്കും അഹ്സനു. രണ്ടിടത്തും സുക്കൂനുള്ള മീമിന് ശേഷം അ അ അ ഉണ്ട്. അ അ അ അ അത് രണ്ടും പോയിട്ടേ ലിയബലുവക്കും അയ്യുക്കും അഹ്സനു. കും അയ്യുക്കും എന്നും കും അഹ്സനു എന്നും ആവും. ചുരുക്കത്തിൽ സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ വരുമ്പോൾ ചെറിയ ശ്രദ്ധ പോരാ, നല്ല ശ്രദ്ധ വേണം. എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ 3 ഗുരുതരമായ തെറ്റുകൾ വരും. ഒന്ന് കേട്ടോക്കിയേ, ഇതൊന്ന് കേട്ടോക്കിയേ. കമ്മഹ്ലക്ന ലഹും മന്ന കമ്മതൈന എന്നോദല്ലേ. കം അഹ്ലക്ന ലഹും അന്ന കം ആതൈന എന്നാണല്ലേ. മീം സുക്കൂനായി വന്നാൽ പിന്നിലെ ഹംസ ഒഴിവാക്കി പറയല്ലേ. മീമിന് ശബ്ദം നൽകല്ലേ. ഖുർആനാണിത് എന്നറിയില്ലേ കേട്ടോ, അറിഞ്ഞു വേണം ഓതാൻ. അതുകൊണ്ട് ഒരു ഉദാഹരണം വന്നപ്പോൾ പറഞ്ഞതാണ് വഇദാ ഖലാ ബഅ്ദുഹും ഇലാ ബഅ്ദ്. എല്ലായിടത്തും മീമിന് ശേഷം ഹംസ വരുന്നോ നന്നായി ശ്രദ്ധ വേണം. ഖാലൂ അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും ലിയുഹാജ്ജൂക്കും. മദ്ദിൻ ചിഹ്നം കണ്ടാൽ ഒത്തിരി നീട്ടുക, നീട്ടുക. കുട്ടികളെ, ആളുകളെ, അല്ലേ, മടി കാണിക്കരുത്. അവിടം നീട്ടാൻ ഖുർആനാണെന്നോർത്തിടണേ. ഇതൊക്കെ മദ്ദുൽ ലാസിമാണ്. ലിയുഹാജ്ജൂക്കും ജീമിന് ശദ്ദു വേണം, അല്ലാതെ ലിയുഹാജ്ജൂക്കും ബിഹ് നോ പറ്റില്ല. ഇൻദ റബ്ബിക്കും അഫലാ തഅഖിലൂൻ. അവിടെ റബ്ബിക്കും എന്നുള്ളത് നിർത്താതെ ഒരാൾ ചേർത്തി ഓതിയാൽ കുമ്മലയാകും. കുമ്മല. ഓക്കെ, ഇൻദ റബ്ബിക്കും അഫല, കുമ്മലയല്ല കുമ്മഫല, കുമ്മഫലയാകും. കുമ്മഫല. ഓക്കെ, കേട്ടോ. ലിയുഹാജ്ജൂക്കും ബിഹ്. അത് കഴിഞ്ഞേ ഇൻദ റബ്ബിക്കും അഫല, കുമ്മഫല, ഹംസ പോയി. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. മീമിന് ശബ്ദം നൽകല്ലേ, ഖുർആനാണിത് എന്നറിയില്ലേ. أولا يعلمون أن الله يعلم ما يسرون وما يعلنون. باقي ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون. بلى من كسب سيئة وأحاطت به خطيئته
فأولئك أصحاب النار هم فيها خالدون اللهم إنا نعوذ بك من عذاب النار والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون اللهم اجعلنا من أهل الجنة അല്ലാഹുവേ നരകത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ, ഞങ്ങളെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഓക്കെ. വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യളുന്നൂൻ. നൂനിന് മേലെ ശ്രദ്ധ കൊടുത്താൽ ഇന്ന കുന്ന. فويل للذين يكتبون الكتاب بأيديهم. നോക്കണേ കാഫ് എന്നൊരു ഹർഫ് ഉണ്ടല്ലോ അറബിയിലെ, കാഫ് കാഫ് അല്ലേ? ചില ആളുകളെ അത് കേഫ് എന്ന് പറയും. കേഫ് ഒന്നുമല്ല, കോഫും അല്ല, പിന്നെയോ കാഫ് കാഫ് എന്നാ പറയാം. മലയാളത്തിലെ കാ, അറബിയിലെ ഖ രണ്ടും വ്യത്യാസമുണ്ട്. ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട്. നമ്മൾ മൊത്തത്തിൽ എന്ത് പറയും? മലയാളത്തിൽ കാണ്ട്, അറബിയിൽ കാണ്ട് എന്ന് പറയും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒരുപാട്. അതിൽ ഒരു വ്യത്യാസമാണ് ഞാൻ പറയാം. ഹംസ് എന്നൊരു സിഫത്തുണ്ട്, ഹംസ്. ഹംസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താന്നൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയില്ലേ, പഠിക്കൂലേ? അപ്പോൾ ഞാൻ ആ സിഫത്തിൻ്റെ ഡീറ്റെയിൽ പറയല്ല. ഓക്കെ. ഇപ്പം നമ്മൾ മലയാളത്തിൽ ഉള്ളൊരു പദം പറയാം കേട്ടോ, ശക്തി. എന്താണ് എന്ന് പറഞ്ഞു നോക്കിയേ? ശക്തി, വ്യക്തി അല്ലേ, യുക്തി അല്ലേ? ശക്തി, വ്യക്തി, യുക്തി അല്ലേ? ഓക്കെ. ശക്തി, വ്യക്തി, യുക്തി. അതിലൊക്കെ രണ്ടാമത്തെ അക്ഷരം കാഫല്ലേ? കാഫാണ്. കാഫിൻ്റെ ഹർക്കത്ത് എന്താണ്? ശക്തി, ശക്തി സുക്കൂനാണ്. വ്യക്തി സുക്കൂനാണ്. യുക്തി അങ്ങനെ പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. മറിച്ച് അറബിയിൽ കാഫ് പറയുമ്പോൾ, ഞാൻ സുക്കൂനുള്ള ഉദാഹരിക്കുകയാണ്. ഇപ്പോൾ ഫത്ഹൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഈ സംഭവം ഉണ്ടാവും. ഹംസ് എന്ന് പറഞ്ഞ സാധനം സുക്കൂന് ഉണ്ടാകുമ്പോൾ വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയണത്. കാഫിന് സുക്കൂനായി വന്നാലേ അക്ബർ പറഞ്ഞാൽ പോരാ, ശക്തി എന്ന് പറഞ്ഞതുപോലെ അക്ബർ പറഞ്ഞാൽ പോരാ. എന്ത് പറഞ്ഞാൽ പോരാ? അക്ബർ, അല്ലാഹു അക്ബർ, അക്ബർ പറ്റില്ല. പിന്നെ എന്ത് വേണം നോക്കിയേ? അല്ലാഹു അക്ബർ, അക്ബർ, കേൾക്കില്ലേ? അത് വേണം. അതിനാണ് ഹംസ് എന്ന് പറയാം. കാറ്റ് നടക്കുക എന്നാണ് അതിന് സാധാരണ പറയാറുള്ളത്. കാറ്റ് നടക്കുക, അപ്പം നിസ്കാരത്തിൽ തക്ബീർ ഒന്നാമത്തെ അല്ലേ, ഫസ്റ്റിലെ അല്ലാഹു അക്ബർ, അത് നിർബന്ധമാണല്ലോ, അങ്ങനെ തന്നെ പറയണം. അല്ലാതെ അല്ലാഹു അക്ബർ അക്ബർ പോരാ. അല്ലാഹു അക്ബർ അക്ബ, വ്യക്തി ശക്തി എന്നൊക്കെ പറഞ്ഞ പോലെ പറ്റൂല. ഇനിയിപ്പോൾ റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ വരും അല്ലേ? പെരുന്നാൾക്ക് തക്ബീർ ചൊല്ലും. എങ്ങനെയാ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഉണ്ടോ? അക്ബർ. കാഫ് അങ്ങനെ പറയണം. ഒന്ന് കേട്ടോ, നോക്കിയേ. കാഫ് സുക്കൂനായി വന്നാൽ അക്ബക് തക് എന്നിങ്ങനെയാ വേണം. അക്ബക് തക് അക്ബക് തക് ഇങ്ങനെയാവുന്നെങ്കിൽ മാറേണം. തക്ബീറിൽ അക്ബർ എന്നിങ്ങനെ കാഫിൽ കാറ്റു നടക്കേണം. അക്ബർ അക്ബർ ഹംസില്ലെങ്കിൽ കാഫല്ലെന്നും ഓർക്കേണം. അല്ലാഹു അല്ലാഹു അക്ബർ. അപ്പോൾ നമ്മളിത് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ നോക്കിയേ,
ഫവൈലുൽ ലില്ലദീന യക്തുബൂന കണ്ടില്ലേ അങ്ങനെ പറയണം. പിന്നെ ഫവൈലുൻ എന്നിടത്തും ശ്രദ്ധിക്കണം. ഫവൈലുൻ. ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم. താഇനുണ്ടാവും വിഷയട്ടോ. കതബത് ഫത്ഹാകുമ്പോഴും കസ്റാകുമ്പോഴൊക്കെ ഉണ്ട് അത്. കതബത് നമ്മളെ താ എങ്ങനെ പറയണം പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ആ നാവിൻ്റെ എത്ര സ്ഥലം അടം തട്ടാൻ പാടില്ല. അറബിയിൽ താ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. وقالوا لن تمسنا النار إلا أياما معدودة. അയ്യാമൻ എങ്ങനെ? അയ്യാമൻ. ഫാത്തിഹ സൂറത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അയ്യാമൻ അല്ലാന്ന്. അയ്യാമൻ മഅ്ദൂദ. قل أتخذتم عند الله عهدا فلن يخلف الله عهده. അവിടെ ഓക്കെ, ഇവിടെ നിർത്തിയപ്പോൾ ഫലൻ യുഖ്ലിഫ അല്ലാഹു അഹ്ദഹ നിർത്തിയപ്പോൾ അങ്ങനെ നിർത്തുക, അല്ലാതെ അഹ്ദഹു വേണോ? വേണ്ട. വഖഫിൽ മദ്ദിൻ്റെ അടയാളം കണ്ടാലും അതിനൊരു റോളില്ല, അതിനൊരു റോളും ഇല്ല, നീട്ടേണ്ട എന്നർത്ഥം. അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു. പിന്നെയോ ഫഉലൈക കഴിഞ്ഞ് അസ്ഹാബ്. നേരത്തെ നമ്മൾ പറഞ്ഞു സ്വാദാണ്, ഹ ആണ്, അസ് അല്ല. അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. പിന്നെയോ വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. വഅമിലു എന്ന ഐനിന് ഫത്ഹാണ് അല്ലേ? കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വഅമിലു എന്നല്ല. ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. ബാക്കി وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ وَبِالْوَالِدَيْنِ إِحْسَانًا وَذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَقُولُوا لِلنَّاسِ حُسْنًا وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ ثُمَّ تَوَلَّيْتُمْ إِلَّا قَلِيلًا مِّنكُمْ وَأَنْتُمْ مُعْرِضُونَ. ഒരായത് നോക്കിയേ. വഇദ് അഖദ്ന. അവിടെ ശ്രദ്ധിക്കാനൊരു കാര്യമുണ്ട്. വഇദ് അഖദ്ന. വഇദ് ഏത്? നോ പറ്റൂല. വഇദ് നോ. വഇദ് ദാൽ എന്നത് രഹ്വുള്ള ഹർഫാണ്. രഹ്വ് എന്താ രഹ്വ് നോ? ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയട്ടെ. നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ തജ്വീദിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ എന്താ പറയുക വിശദമായിട്ട് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ലളിതമായി പഠിക്കും. വഇദ് എന്ന് പറയാൻ പാടില്ല, വഇദ് എന്ന് പറയണം. വഇദ് അഖദ്ന. വഇദ് അഖദ്ന. വഇദ് അഖദ് നോ. وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ
ലാ തഅ്ബുദൂന ഇല്ലല്ലാഹ്. പിന്നെന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങളൊന്ന് നോക്കിയേ, ഇതൊക്കെ വല്ലാത്തൊരു സംഭവം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിയേ, ലാ തഅ്ബുദൂന ഇല്ലല്ലാഹ്. ബനു ഇസ്രായേലരുണ്ടല്ലോ, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ വേറൊരു പേരാണ് ഇസ്രായേൽ എന്നത്. ആ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയ്ക്കാണ് ബനു ഇസ്രായേൽ എന്ന് സാധാരണ പറയാറുള്ളത്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറു വാങ്ങാണ്, ലാ തഅ്ബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒന്നിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന്. അല്ലാഹു അല്ലാത്ത ഒന്നിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയല്ലേ, അല്ലാഹു അല്ലാത്ത വേറെ എന്തിനെങ്കിലും ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ആരാധിക്കാൻ പറ്റൂല. പറ്റുമോ? ഇബാദത്ത് എന്നത് ആരാധനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് വേറെ ആർക്ക് ചെയ്താലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആരാധന എന്നാണ് സാധാരണ ഇബാദത്ത് നിലയിൽ മലയാളം പറയാറുള്ളത് അല്ലേ. എന്നാൽ ആരാധന എന്നതും ആദരവ് എന്നതും രണ്ടാണ്. ആദരവ് എന്തിനെയൊക്കെ ആദരിക്കണം? അള്ളാഹു ആദരിച്ചതിനെ മുഴുവൻ ആദരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാധിക്കാൻ പറ്റുമോ? നബിയാണെന്ന് പറഞ്ഞിട്ട് ആരാധിക്കാൻ പറ്റില്ല. ആദരവ് വേണം. സഹാബത്തിനെ ആദരിക്കണം, ഔലിയാക്കളെ ആദരിക്കണം, പള്ളിയെ ആദരിക്കണം, മസ്ജിദ് അല്ലേ. അള്ളാഹു ബഹുമാനിച്ച, അള്ളാഹു ആദരിച്ച എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നമ്മൾ ആദരിക്കണം. അത് ആദരവാണ്. മറ്റേതോ ആരാധനയാണ്. ആദരവൊന്ന് വേറെ, ആരാധന ഒന്ന് വേറെ. രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ആരാധന എന്നത് എപ്പോഴാണ് പറയുക? അത് ഇലാഹാണ്, അള്ളാഹുവാണ് എന്ന അർത്ഥത്തിൽ ബഹുമാനിക്കുമ്പോഴാണ് ആരാധനയാവുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയോ ബദരീങ്ങളെയോ ഷെയ്ഖ് ജീലാനി തങ്ങളെയോ ഒന്നും നമ്മൾ അള്ളാഹുവാണ് എന്നൊന്നും ആരും മനസ്സിൽ കരുതുന്നില്ല, വിചാരിക്കുന്നേ ഇല്ല. ആരെങ്കിലും വിചാരിച്ചോ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരു സംശയമല്ല. നേരെ മറിച്ച് നമ്മെ പടച്ചു നമ്മെ പരിപാലിക്കുന്ന ഖാലിഖായ റാസിഖായ റബ്ബ്, ആ റബ്ബ് മാത്രമാണ് ഇലാഹ്. അവന് മാത്രമേ ആരാധിക്കാവൂ. ബാക്കിയുള്ള ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ആദരിക്കുകയാണ്. ഇലാഹാണ്, അള്ളാഹുവാണ് എന്ന അർത്ഥത്തിലുണ്ടാകുന്ന ആദരവിനാണ് ആരാധന എന്ന് പറയാം. അത് മുസ്ലിങ്ങളാരും ഒരു സൃഷ്ടിയെയും വിചാരിക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ചില ആളുകൾ ആദരവും ആരാധനയും തമ്മിൽ കൺഫ്യൂഷനാക്കിയിട്ട് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാധിക്കുകയാണ്, മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ആരാധിക്കുകയാണ്, ബദരീങ്ങളെ ആരാധിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നുണ്ട്. അത് അവർ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാഞ്ഞിട്ടാണ്. നന്നായി പഠിച്ചാൽ മതി, നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ചെയ്യുന്നത് ആരാധനയാണോ ആദരവാണോ എന്നുള്ളത് നമ്മളല്ലേ പറയേണ്ടത്. നമ്മൾ പറയുന്നു മുസ്ലിങ്ങളാരും അള്ളാഹു ആദരിച്ച ഒരുപാട് സംഗതികളുണ്ട്, അതിനൊന്നും ആരാധിക്കുന്നില്ല, ആദരിക്കുന്നു, ആദരിക്കണം. അപ്പോൾ നമ്മളെ വിഷയം അതല്ല. നോക്കേ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ തഅ്ബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന്. പിന്നെ തൊട്ടുടനെ പറയും, നോക്കി, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. മാതാപിതാക്കളോട് നിങ്ങൾ ഇഹ്സാൻ. എന്താ അപ്പം ഇതിന് അർത്ഥം പറയാം? നമുക്ക് വേഗം മനസ്സിലാക്കുന്ന ഒരു അർത്ഥം പറയാട്ടോ. വളരെ വിശാലമായൊരു അർത്ഥമുള്ളൊരു ഒരു പദമാണത്. മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണം, ഗുണം ചെയ്യണം, നല്ലത് മാത്രം ചെയ്യണം, പറയണം, വിചാരിക്കണം മാതാപിതാക്കളോട്. അല്ലാഹു തആല നോക്കണേ, അല്ലാഹു തആല എനിക്ക് നിങ്ങൾ ആരാധിക്കണം, എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ ഉടനെ പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നാണ്. ഇവിടെ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. വേറൊരു സ്ഥലത്ത്, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതാൻ പോകുന്ന ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ.
എല്ലാം ഓതാനും ഖത്മ് തീർക്കാനും അങ്ങനെ അഭിമന്യരായ നമ്മുടെ സദാത്യങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റും സനതും കിട്ടാനൊക്കെ അവസരം ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലാഹു തആലാക്ക് നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ. അപ്പോൾ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്, ഉമ്മയും ഉപ്പയും എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശൈലിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹുമാ ജന്നതുക വനാറുക്, നിനക്ക് സ്വർഗം കിട്ടാൻ നിന്റെ മാതാപിതാക്കൾ മതി, നിനക്ക് നരകം കിട്ടാൻ നിന്റെ മാതാപിതാക്കൾ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഒരുപാട് പേരുടെ മാതാപിതാക്കളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും അവരെ തണൽ ഒരുപാട് കാലം ആസ്വദിക്കാനുള്ള സൗഭാഗ്യം നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഈ ക്ലാസ് കേൾക്കുന്ന തദ്രീബ് കുടുംബത്തിലെ ഒരുപാട് ആളുകളുടെ പലരുടെയും ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ട് 6 അടി മണ്ണിലാണ്. അല്ലാഹുവേ 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 അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്, സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ പരിശുദ്ധമായ റമദാനു ശരീഫിലെ ഈ വിശുദ്ധമായ ഖുർആനിൻ്റെ ഈ നല്ല മജ്ലിസിൻ്റെ മിസ്ലു സവാബ് ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറുകളിൽ നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. നമ്മളവർക്ക് വേണ്ടി എപ്പോഴും ദുആർക്കാം. ഒരു ഫാത്തിഹ തന്നെയെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നമ്മൾ ഓതുക. അതിനൊക്കെ 2 മിനിറ്റ് സമയമല്ലേ വേണ്ടുള്ളൂ. അതുകൊണ്ട് എന്താ നമുക്ക് കിട്ടുന്ന ലാഭം? അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ ആ വിഷയത്തിലേക്ക് അങ്ങനെ പോയാൽ അങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയല്ല, പറഞ്ഞതിൻ്റെ ചുരുക്കം അല്ലാഹു തആല അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ മാതാപിതാക്കളെ ആദരിക്കണം, നന്മ ചെയ്യണം എന്നാണ് തൊട്ടുടനെ പറഞ്ഞത്. അപ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും ഒരു നിലയും വിലയും ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ ഈ ഒരു ആയത്തിൻ്റെ ഭാഗം മാത്രം മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. നമ്മളും മാതാപിതാക്കളാണ്, നമുക്ക് മക്കളുണ്ട്, നമ്മളും മാതാപിതാക്കളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ മക്കളോട് നമ്മൾ അങ്ങോട്ടും പെരുമാറണം. ഒരു കാരണവശാലും മകനോ മകൾക്കോ എതിരെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരല്പം പോലും ശാപവാക്കുകളോ അല്ലെങ്കിൽ ഗുരുത്തക്കേട് കൊടുക്കുന്ന പദപ്രയോഗങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മക്കളല്ലേ, അവർക്ക് എന്ത് തന്നെയാണെങ്കിലും നമ്മളാണ് ഉപ്പയും നമ്മളുമാണ് ഉമ്മയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മക്കളെ സാലിഹീങ്ങളാക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള സാലിഹീങ്ങളായ മക്കളാക്കി വളർത്തി വലുതാക്കി തരണേ അല്ലാഹ്. ഓക്കേ, لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين. കുടുംബക്കാരോട്, യതീമുകളോട്, മിസ്കീന്മാരോട് അവരോടൊക്കെ നിങ്ങൾ നല്ല രൂപത്തിൽ മാത്രം വർത്തിക്കണം. വഖൂലു ലിന്നാസി ഹുസ്ന, ആളുകളോട് നിങ്ങൾ നല്ലത് പറയണം, നല്ല വർത്താനം പറയണം. മോശപ്പെട്ട വർത്താനോ സംസാരങ്ങളോ ഇതിനെ തഫ്സീറൊന്നും അത്ര പറഞ്ഞാൽ പോരാ, നല്ലത് മാത്രം പറയാം കേട്ടോ. വഅഖീമുസ്സലാത്ത വആതുസ്സക്കാഹ്, നിസ്കാരം കൃത്യമായി മുറ പോലെ നിർവഹിക്കണം. സക്കാത്ത് കൊടുക്കേണ്ടവരാണെങ്കിൽ അത് കൃത്യമായി കൊടുക്കണം. സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലൻ മിൻകും വഅൻതും മുഅ്രിദൂൻ. കുറച്ചുകൂടെ അല്ലേ. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم
منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون صدق الله العظيم. Okay. وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم ولا تخرجون أنفسكم من دياركم ثم أقررتم شد الله മീമുകളൊക്കെ വരുന്നുണ്ടേ وأنتم تشهدون ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم നന്നായി ശ്രദ്ധിക്കണം. വതുഖ്രിജൂന തൊട്ട് ഇങ്ങോട്ട് വതുഖ്രിജൂന തൊട്ട് ദിയാരിഹിം എന്നത് വരെ നമ്മൾ ഒരുമിച്ച് ഓതണം. ഒപ്പം ഓതണം. എൻ്റെ മുന്നിൽ ചാടാൻ പാടില്ല ആരും, ഒപ്പം പോകണം. പോലെ നോക്കണേ. വതുഖ്രിജൂന തൊട്ട് ദിയാരിഹിം വരെ കേട്ടോ. റെഡി? തുടങ്ങല്ലേ? വതുഖ്രിജൂന ഫരീഖം മിൻകും കുറച്ച് ആളുകൾ മിൻകും എന്ന യഖ്ഫ എടുത്തില്ല. യഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഓതിയത് കൂടെ ആയില്ല. എന്നെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ ചാടി. മിൻകും ഐ മിൻകും ഒന്നുകൂടെ. വതുഖ്രിജൂന ഫരീഖം മിൻകും മിൻ ദിയാരിഹിം. ഇപ്പോൾ ഏകദേശമൊക്കെ ശരിയായിട്ടുണ്ട് അല്ലേ? ഇല്ലെങ്കിലേ എത്ര ഹറാമുകളാണ് ഈ തെറ്റിയാൽ വരികയെന്നറിയോ നിങ്ങൾ? അല്ലാഹ് تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم وهو محرم عليكم. അവിടെയുണ്ട് ഈ വിഷയം. എന്ത്? അലൈക്കും ഇഖ്റാജുഹും വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജു. ശ്രദ്ധിക്കണം. أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل مد ഒന്നുകൂടെ. فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. പിന്നെയോ أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല
എല്ലാ അദാബിനെ തൊട്ടും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാസിറായി അല്ലാഹു ജല്ല ജലാലുഹു വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കാക്കി തരട്ടെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ പരിശുദ്ധമായ ഈ റമദാനിൻ്റെ വളരെ പുണ്യമേറിയ ഈ സമയത്ത് നിൻ്റെ ഏറ്റവും മഹത്വമേറിയ കലാം, ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും നല്ല കലാം അത് കലാമുല്ലാഹിയാണ്. ആ കലാമുല്ലാഹിയാകുന്ന ഖുർആനുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹുവേ ഞങ്ങൾ ഇത്രയും സമയം ഇരുന്നതും കേട്ടതും. അതൊക്കെ ഈ പരിശുദ്ധ റമദാനിൽ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണമല്ലാ. അറിഞ്ഞും അറിയാതെയുമായി ചെറുതും വലുതുമായി ഒരുപാട് ദോഷങ്ങൾ ചെയ്ത ആളുകളാണ് ഞങ്ങൾ. പക്ഷേ അതൊന്നും നിന്നെ ധിക്കരിച്ചു വന്നതല്ല അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്, അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ പാകമായ മനസ്സില്ലാത്തതുകൊണ്ട് അല്ലാഹുവേ, ഇൽമ് ഞങ്ങൾക്കില്ല, വളരെ കുറഞ്ഞ ഓർമ്മയും മറ്റുമൊക്കെയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ വന്നു പോയതാണ് പടച്ചവനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും നീ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ പൊരുത്തപ്പെട്ട സജ്ജനങ്ങളിൽ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവർക്കും നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളുടെ എല്ലാ ബന്ധപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് തദ്രീബ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അല്ലാഹുവേ നീ ഖൈറിൻ്റെ വാതിലുകളൊക്കെ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഷർറിൻ്റെ വാതിലുകളൊക്കെ നീ അടക്കണേ അല്ലാഹ്. എല്ലാ സിഹറുകളെ തൊട്ടും, എല്ലാ ഹസദുകളെ തൊട്ടും, എല്ലാ ഐനുകളെ തൊട്ടും, എല്ലാവിധ ഷർറ്, ബല, മുസീബത്ത്, ആഫത്ത്, ഇടങ്ങേറ്, കഷ്ടപ്പാട്, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ എല്ലാറ്റിനെ തൊട്ടും അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, സാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, റാഹത്തുള്ള സമാധാനമുള്ള വീട് നൽകണേ അല്ലാഹ്. സാലിഹ്യങ്ങളായ ഇണകളെ അന്വേഷിക്കുന്നവരുണ്ട്, അല്ലാഹുവേ അവർക്ക് ജീവിത പങ്കാളികളായി സാലിഹ്യങ്ങളായ നല്ല ഇണകളെ നൽകണേ അല്ലാഹ്. അങ്ങനെ റാഹത്തും സന്തോഷവുമുള്ള, റാഹത്തുള്ള സമാധാനമുള്ള കുടുംബജീവിതം നയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെയൊക്കെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ മക്കളൊക്കെ ഒരുപാട് പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവർക്കൊക്കെ നല്ല നല്ല അഖ്ലും ഫഹ്മും ബുദ്ധിശക്തിയും ഹിഫ്ളും നൽകണേ അല്ലാഹ്. എല്ലാ പരീക്ഷകളിലും ഉന്നതമായ മാർക്ക് നേടി വിജയിക്കുന്നവരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ആലിമീങ്ങൾ, ഞങ്ങളുടെ നേതൃത്വം, സദാത്യങ്ങൾ, ഉമറാക്കൾ, ഉലമാ, ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാവർക്കും നീ ഹിമ്മത്തും ഇസ്സത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ദറജേറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽ ഹാദി رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله.